ഈ ഒരു സോഫ ഇപ്പം നമ്മൾ പെട്ടെന്ന് കയറ്റി വിടാൻ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു വെറൈറ്റി സോഫ ആയതുകൊണ്ട് സെറ്റ് ചെയ്ത് ഫോട്ടോ വിട്ടുതരികയാണ്. ഇത് പാക്കിങ്ങിൻ്റെ മുമ്പ് എടുത്തണമെങ്കിൽ ഒന്നുകൂടി സെറ്റ് ചെയ്യുന്നു. ഇതിപ്പം പാക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം ഞാൻ ഈ ഷെഡിൽ എത്തുന്നത്, അതിൻ്റെ ശേഷം എടുക്കുക. അപ്പം അതുകൊണ്ട് ഇതൊരു കസ്റ്റമൈസ്ഡ് പ്രീമിയം സോഫയാണ് വരുന്നത്, ബെൻഡായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ സ്പേസ് ഈ ഒരു ബെൻഡിൽ തന്നെയാണ്. ഒരു 20 മോഡൽ ഡൈനിങ് ഹാൾക്കുള്ള ഒരു സോഫയാണിത്. ഇത് പിന്നെ നല്ല ഹെവി രീതിയിലാണ് ചെയ്തത്. ഇതിൻ്റെ ക്ലോത്ത് ആയാലും സ്റ്റിച്ചിങ് ആയാലും പിന്നെ മൊത്തത്തിൽ ഏകദേശം ഒരു 2 സോഫൻ്റെ സ്പേസ് ഉണ്ട്. ഏകദേശം ഒരു 9 സീറ്റോളം വരുന്നുണ്ട്. സാധാരണ കോർണർമേൽ സാധാ സോഫയ്ക്ക് ഇരിക്കാൻ കഴിയില്ല, പക്ഷെ ഇത് മൊത്തത്തിൽ എല്ലാ സ്പേസും നമുക്ക് ഇരിക്കാൻ സീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സോഫയാണ് വരുന്നത്. കാരണം ഇതൊക്കെ നല്ല ആ റൂമിലിട്ട് ആ സ്പേസിൽ സെറ്റ് ചെയ്ത റൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി വീഡിയോ സെറ്റ് ആവും. പക്ഷേ അത് നമുക്ക് മിക്കവാറും വീഡിയോ എടുക്കാൻ കഴിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിപ്പം ഇവിടുന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഏകദേശം രൂപം കാട്ടി തരാമെന്നുള്ളൂ. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബെൻഡ് തന്നെയാണ്. ഈ ബെൻഡായിട്ട് വരുന്നത്, പിന്നെ ഹാൻഡിൽമേ വരുന്ന ചെറിയ വുഡൻ പീസും പിന്നെ ഈ സ്റ്റിച്ചിങ്ങും. പിന്നെ അത് സ്പ്രിങ്ങിൽ റെക്രോണിൽ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്ത്, പോക്കറ്റ് സ്പ്രിങ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ആ ഒരു രീതിയിലാണ് ചെയ്തത്. ഇതേ സ്റ്റിച്ചിങ് തന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ സൈഡിലും കൊടുത്തിട്ട്, പിന്നെ ഹാൻഡിലിൻ്റെ ആ മുന്നിലുള്ള ആ വുഡൻ ട്രീറ്റഡ് മഹാഗണി വരുന്ന വുഡാണ് ഇതിന് നല്ല അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ 5 പീസായിട്ടാണ് ചെയ്തത്. കാരണം ആ ഒരു ബെൻഡ് വരുന്നതിനോണ്ട് അതിനനുസരിച്ച് നമ്മൾ ബെൻഡിനനുസരിച്ച് ഓരോ സീറ്റും അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി ക്ലിയർ ആക്കണം. അത് അത്യാവശ്യം പണി വന്ന സോഫയാണ്. അത്യാവശ്യം പണി വന്നിണ് ഇതിന്. ഓരോ സീറ്റും അതിനനുസരിച്ച് ഒരു തുള്ളി ആട്ടം മാറി അത്രയ്ക്കും അടുത്തതും പിന്നെ അതിൻ്റെ ജോയിൻറ്റും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്ത്. ഇതിൻ്റെ 5 പീസ് നമ്മൾ ഒന്ന് കാണിച്ചു തരാം. ഇത് ഹാൻഡലിൻ്റെ ഒരു 2 സീറ്റാണ് വരുന്നത്. അങ്ങനെ 2 2 സീറ്റ് ഉണ്ട്. പിന്നെ അടുത്ത് ചെറിയൊരു ബെൻഡായിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് ആ ഒരു ബെൻഡിലാണ് ഒരു 2 സീറ്റ് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഈ ഒരു ബെൻഡായിട്ടാണ് ഇങ്ങോട്ടാണ് ക്ലിയർ ചെയ്തത്. അങ്ങനെ ഒരു 2 സീറ്റാണ് വരുന്നത്, ഒരു ചെറിയ കോണായിട്ട്. പിന്നെ അടുത്തൊരു 2 സീറ്റ് ഉണ്ട്, അത് വേറൊരു ബെൻഡിലാണ് വരുന്നത്. പിന്നെ ഒരു സിംഗിൾ സീറ്റ് ആ ഒരു രീതിയിലാണ് ചെയ്തത് അല്ലേ. ഇത് 2 ഭാഗത്തേക്കും കോണാക്കിയായിട്ടാണ് ചെയ്തത്. ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സീറ്റും കറക്റ്റ് മാച്ചിൽ ആ ഒരു രീതിയിലാണ് ചെയ്തത്. പിന്നെ ഒരു സിംഗിൾ സീറ്റും ഉണ്ട്. ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് തരുമ്പോൾ ഫുള്ള് കറക്റ്റ് സീറ്റ് സ്പേസ് ഒക്കെ അങ്ങനെ കറക്റ്റ് ആക്കിയാണ് ചെയ്ത്. ആ ഒരു സ്ഥലത്തിന് മാച്ച് ആവാൻ വേണ്ടിയാണ് ആ ഒരു രീതിയിൽ റിസ്ക് എടുത്തതല്ല. ഒക്കെ കണ്ടില്ല, ഒക്കെ ഇതിൽ പെട്ട പാർട്സ് ഇതാണ്. ഇത് 2 ഹാൻഡിലുള്ള 2 സീറ്റും ആ ഒരു രീതിയിൽ, പിന്നെ ഒരു സിംഗിൾ സീറ്റ് ആ ഒരു രീതിയിൽ, പിന്നെ അങ്ങനെ വന്നിട്ട് 20 രീതിയിലാണ് ചെയ്തത്. ഇത് പാക്കിങ്ങിൻ്റെ മുമ്പ് വീഡിയോ എടുക്കണം എന്നുണ്ടായിന്, പക്ഷേ അതിൽ പാക്ക് ചെയ്തതിനോട് ഇനി അത് പൊളിക്കാണ്ട 350 റുപ്യ പാക്കിംഗ് കോസ്റ്റ് വരുന്നതിനോണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങളെ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആയ വീഡിയോ ലഭിക്കാൻ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ ഞങ്ങളെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിന് അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്.